വളരെ കാൽപ്പനികമായി നമ്മളെല്ലാം പറയുന്നത് പോലെ പെണ്ണിന് പകരം അർജന്റീനയും ബ്രസീലിനെയും ഇടനെഞ്ചിൽ ചേർത്തു നിർത്തിയവരാണല്ലോ നമ്മൾ മലയാളികൾ. തമാശയ്ക്കാണെങ്കിലും നമ്മുടെ എല്ലാം പല സ്റ്റോറികളിലും സ്റ്റാറ്റസുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഡയലോഗാണ് മേൽ പറഞ്ഞത്. മർഡോണയും മെസ്സിയും പെലെയുമൊക്കെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന നമ്മളെല്ലാം പലപ്പോഴായി മറന്നുപോയൊരു താരമുണ്ട്. ഒരു കിരീടം വയ്ക്കാത്ത രാജകുമാരൻ, മറ്റാരുമല്ല, അർജന്റീനയിലെ അവലിനിടയിൽ ഇറച്ചിവെട്ടുകാരൻ ഒസ്മറിൻ്റെയും സ്കൂൾ സെക്രട്ടറി ഗ്ലോറിയുടെയും മൂന്നാമത്തെ കുഞ്ഞായി പിറവിയെടുത്ത മാലാക, ബാറ്റിഗോൾ എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന ഗബ്രിയേൽ ബാറ്റിസ്റ്റുട്ട. ആയിരത്തി 1978 സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിൽ അർജന്റീന ചാമ്പ്യന്മാരായി. ആ ഓളം ഒഴുക്കിക്കൊണ്ടു പോയവരിൽ ബാറ്റി എന്ന കൊച്ചു പയ്യനുമുണ്ടായിരുന്നു. എല്ലാ ലാറ്റിൻ അമേരിക്കൻ ഇതിഹാസങ്ങളുടെയും തുടക്കം തെരുവിൽ നിന്നായിരുന്നല്ലോ. കൗമാരക്കാരനായ ബാറ്റിയും പന്തുമായി കൂട്ടുകാർക്കൊപ്പം തെരുവിലേക്കിറങ്ങി. പട്ടിണിയും ലാറ്റിൻ അമേരിക്കൻ തെരുവുകളുടെ ഭീകരാന്തരീക്ഷവും ശാരീരിക ബുദ്ധിമുട്ടുകളും അലട്ടിയിരുന്നുവെങ്കിലും കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അവനെ വേദനകൾ മറക്കാൻ പഠിപ്പിച്ചു. ഫുട്ബോൾ നെഞ്ചോട് ചേർത്ത് നിർത്തി അവൻ വേദനകളോടും ദുരിതങ്ങളോടും പൊരുതി. അങ്ങനെ ബോക്ക ജൂനിയേഴ്സിൽ പരിശീലകൻ ഓസ്കാർ ടെബാരസിൻ്റെ കീഴിലാണ് ബാറ്റി എന്ന ആരം ഭയക്കുന്ന ഫോർവേഡ് ഉദയം കൊണ്ടത്. ബാറ്റിക്ക് ശേഷമോ മുമ്പോ അങ്ങനെ ഒരു സെൻറ്റർ ഫോർവേഡിനെ ആ രാജ്യത്തിന് കിട്ടിയിട്ടേയില്ല. 78 മത്സരങ്ങളിൽ നിന്ന് 56 ഗോളുകളാണ് ബാറ്റി രാജ്യത്തിനായി അടിച്ചുകൂട്ടിയത്. വർഷത്തിന് ശേഷം 1991 അർജന്റീന കോപ്പ അമേരിക്ക നേടിയത് ഗബ്രിയേൽ ബാറ്റിസ്റ്റുട്ടയെ മുൻനിർത്തിയാണ്. 6 ഗോളടിച്ച ആ കോപ്പയിൽ അദ്ദേഹം ടോപ്പ് സ്കോററുമായി. 2016 മെസ്സി തകർക്കും വരെ ഏറെക്കാലം അർജന്റീനയുടെ ടോപ്പ് സ്കോററായി നിലനിന്നു. പക്ഷേ ഇതുവരെ ആരും തകർക്കാത്ത, അങ്ങനെ പെട്ടെന്ന് ആരും തകർക്കാനിടയില്ലാത്ത ഒരു റെക്കോർഡ് ഇപ്പോഴും ബാറ്റിക്കൊപ്പം തുടരുന്നുണ്ട്. 2 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഹാട്രിക് നേടിയ ഏക കളിക്കാരനാണ് അദ്ദേഹം. 1994 വേൾഡ് കപ്പിലും 1998 വേൾഡ് കപ്പിലുമാണ് താരം ഈ നേട്ടം സ്വന്തമാക്കിയത്. യേശുക്രിസ്തുവിൻ്റെ മുഖച്ഛായയുള്ള ബാറ്റി ശരിക്കും ഒരു ദൈവപുത്രനായി അവതരിച്ചത് ഇറ്റലിയിലാണ്. തുടർ തോൽവികളിൽ വലയുന്ന ഇറ്റാലിയൻ ക്ലബ് ഫിയോറന്റിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി വിജയതീരങ്ങളിലേക്ക് എത്തിച്ച മനുഷ്യനാണ് ഈ അർജന്റീന ഇതിഹാസം. 1991 തരം താഴ്ത്തപ്പെട്ട ക്ലബിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും തുടർന്ന് കോപ്പ ഇറ്റാലിയയും സൂപ്പർ കോപ്പ ഇറ്റാലിയനെയും ടീമിന് സമ്മാനിച്ചത് ബാറ്റി എന്ന മാന്ത്രികനാണ്. തൻ്റെ കരിയറിൻ്റെ ഭൂരിഭാഗം ബാറ്റി പന്ത് തട്ടിയതും ഫിയോറന്റിനയ്ക്ക് വേണ്ടിയാണ്. അവരുടെ ഏറ്റവും മികച്ച കളിക്കാരനും 168 ഗോളുകളുമായി അവരുടെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനുമാണ് ബാറ്റി. ബാറ്റിയോടുള്ള ആരാധകരുടെ അടങ്ങാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമായി 1996 ബാറ്റിയുടെ വെങ്കലത്തിൽ തീർത്ത പ്രതിമ സ്ഥാപിച്ചാണ് അവർ സ്നേഹം പ്രകടിപ്പിച്ചത്. അത്രയും ആഴത്തിൽ ഓരോ ഫിയോറന്റിന ആരാധകൻ്റെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച നായകനാണ് അവരുടെ ദൈവപുത്രനായ ബാറ്റി. കരുത്തും കൃത്യതയുമാണ് ബാറ്റിയെ വേറിട്ട് നിർത്തിയത്. ഗ്രൗണ്ടിൻ്റെ ഏത് ആംഗിളിൽ നിന്നും ഗോളിനുള്ള പഴുതുകൾ കണ്ടെത്താൻ താരത്തിനാകുമായിരുന്നു. എത്ര ദൂരത്തു നിന്നും വേഗമേറിയ ഷോട്ടുകളിലൂടെ ഗോൾ നേടുമായിരുന്നു അദ്ദേഹം. പന്തിനെ സ്നേഹിച്ച് തഴുകി വലയിലേക്ക് വിടുന്ന ലാറ്റിൻ അമേരിക്കക്കാർക്ക് അപവാദമായി മാറുകയായിരുന്നു ബാറ്റി അടിച്ചുകൂട്ടിയ ഗോളുകളെല്ലാം. ഫിയോറന്റിനയ്ക്കായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ നേടിയ ഗോളുകൾ അതിലൊരു പ്രകാശ നക്ഷത്രമായി ബാറ്റിസ്റ്റുട്ടയെ ഓർക്കുന്നവരുടെ ആകാശത്ത് തിളങ്ങി നിൽക്കാറുണ്ട്. ഇന്നും എന്നും എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ട, ഫുട്ബോൾ ദൈവങ്ങളോട് ചേർത്ത് നിർത്തപ്പെടേണ്ട പ്രതിരൂപമാണ് ബാറ്റിസ്റ്റുട്ട. അല്ല, നമ്മുടെ സ്വന്തം ബാറ്റി.